തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ വൈകുന്ന സാഹചര്യം പുറം ലോകത്തെ അറിയിച്ച ജനം TV വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തര നടപടിയുമായി അധികൃതർ. മാസങ്ങളായി തകരാറിലായിരുന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉപകരണത്തിന്റെ അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗികളുടെ ദുരിതം വിളിച്ചു പറഞ്ഞ വാർത്ത സംരക്ഷണം ചെയ്തതിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഈ റിപ്പോർട്ടോടെ ലൈവ് റിപ്പോർട്ട്സിന്റെ 1 മണിക്കൂർ കൂടി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ESI ആശുപത്രിയായ പേരൂർക്കട ആശുപത്രിയിലെ ദുരവസ്ഥ ജനം TV വാർത്തയിലൂടെയാണ് പുറം ലോകമറിഞ്ഞത്. പൂങ്കുളം സ്വദേശി വിജു ഉൾപ്പെടെ നിരവധി രോഗികൾ മാസങ്ങളായി ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്ന സാഹചര്യം വാർത്തയായതോടെയാണ് അധികൃതർ നടപടിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഈ ഹോസ്പിറ്റലിൽ ഒരു വാർത്ത കൊടുത്തതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത്. കഴിഞ്ഞ ഒരു 6 മാസത്തിനകത്ത് ഈ ഹോസ്പിറ്റലിൽ വന്നിറങ്ങിപ്പോയി ഇവിടെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ ആ സംഭവം ഇന്ന് വരെ നടക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു വാർത്ത കൊടുത്തതിന് ശേഷം ആ സർജറി നടക്കുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ ഏകദേശം നീക്കിക്കൊണ്ടുവരുന്നുണ്ടായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. കീഹോൾ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയുള്ള മെഷീൻസിന് ഓർഡർ ആയിട്ടുണ്ടെന്ന് പറയുന്നു. അതെന്തായാലും ഒരു 2 ആഴ്ചയോളം കഴിയും എന്നാണ് ഡോക്ടറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ആ സർജറിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയോ ആ ബുദ്ധിമുട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പുതിയ ടെക്നീഷ്യന്മാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പരിചയസമ്പന്നരായ നഴ്സുമാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സർജറിക്ക് ഒരു ഡോക്ടറെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോയിട്ട് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചിട്ടുണ്ട്. ഓക്സിജൻ പുതിയ പ്ലാന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യവകുപ്പ് അധികൃതർ തുടർന്നു വന്ന അവഗണനയ്ക്ക് അവസാനമാകുമെന്നാണ് പ്രതീക്ഷ. ഇനിയെങ്കിലും ശസ്ത്രക്രിയകൾ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് രോഗികൾ. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി, ആവശ്യമായ പരിശോധനാ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജനം TVയിൽ കൊടുത്ത വാർത്തയെ തുടർന്നാണ് ഈ നടപടികൾ ഇത്രയെങ്കിലും മുന്നോട്ട് എത്തിയിട്ടുള്ളത്. അത് ഇനിയും ഉണ്ടാവും. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി എന്തെങ്കിലും മോശമായ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു രീതിയിലായിരിക്കും ഇത് നടത്താൻ പോകുന്നത്. സാധാരണക്കാരന്റെ ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രിയിലെ അനാസ്ഥ തുറന്നുകാട്ടിയ ജനം TV വാർത്ത അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു. വാർത്ത പുറത്തു വരുന്നതോടെ മാത്രം ചലിക്കുന്ന സംവിധാനങ്ങൾ ഇത്തവണ രോഗികൾക്ക് ആശ്വാസമേകുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും രോഗികളുടെ ജീവൻ പോലും തുലാസിലാക്കുന്ന കടുത്ത അനാസ്ഥ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് പ്രത്യാശിക്കാം. ജനം, തിരുവനന്തപുരം.